ശിശുപാലൻ ചേട്ടൻ ലീവിലായതോടെ ശരിക്കും കഷ്ടപ്പാടായത് നമുക്കാ സ്വയംപ്രഭേ. ഒരു ചായ വേണമെങ്കിൽ തനിയെ പോയി കുടിക്കേണ്ട അവസ്ഥയായി. പകരം ആളെ കിട്ടുമെന്നൊന്നും കരുതണ്ട. ശിശുപാലൻ ചേട്ടൻ വരുന്നവരെ നമ്മുടെ കാര്യം നമ്മൾ നോക്കണം. നമുക്ക് ചായ കുടിക്കാൻ പോയാലോ സ്വയംപ്രഭേ? മോഹനേഷ് സാർ വരാൻ നേരമായി. സാറ് വരുമ്പോ നമ്മളെ കണ്ടില്ലെങ്കിൽ ഇനി അത് മതി അടുത്ത വഴക്കിന്. ഒരു ചായ കുടിക്കാൻ പോയതിന്റെ പേരിൽ പിടിച്ച് തിന്നുകയാണെങ്കിൽ അങ്ങ് തിന്നട്ടെ. പ്രഭ പ്രഭേ ദേ ഈശ്വര, അത് മോഹനേഷ് സാറല്ലേ? ഇങ്ങേർക്ക് തിന്നു പറ്റി ഭ്രാന്തായോ? ഭ്രാന്ത് നേരത്തെ ഉണ്ടല്ലോ. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് സ്വയംപ്രഭേ. അല്ലെങ്കിൽ സാർ ഈ വേഷത്തിൽ വരില്ല. സാർ എന്താ ഇങ്ങനെ? എന്താ ഇങ്ങനെ ഓഫീസിൽ വരാൻ പാടില്ലെന്ന് സർവീസ് ചട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ? വൃത്തിയായും ഭംഗിയായും വസ്ത്രം ധരിക്കണമെന്ന് മാത്രമാണ് നിയമം. ഈ വേഷത്തിന് വൃത്തിയില്ലേ, ഭംഗിയില്ലേ? മാറി നിൽക്കൂ. അയ്യോ, ഇതെന്താ സ്വയംപ്രഭേ നമ്മളീ കാണുന്നത്? സ്വപ്നമൊന്നും അല്ലല്ലോ അല്ലേ? ദാ വരുന്നു. സാർ, ഞാനൊരു കാര്യം പറഞ്ഞ സാറ് വേറൊന്നും വിചാരിക്കരുത്. എന്താ? ഈ വേഷത്തിൽ കണ്ട സാറിന് ഒരു 25 വയസ്സ് കൂടുതൽ പറയില്ല. ഈ വേഷത്തിൽ സാറിനെ കാണണമെന്നുള്ളത് എന്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു. അത് സാധിച്ചു. ഈ ഷർട്ടും പാന്റും എവിടെന്നാ സാറേ വാങ്ങിയത്? നന്നായിട്ടുണ്ട്. ഈ കളർ സാറിന് നന്നായിട്ട് ചേരുന്നുണ്ട്. സാർ, ഇപ്പൊ സാറിനെ കണ്ട ഒരു സിനിമാ നടനെ പോലെയുണ്ട്. ഏത് സിനിമ നടനെ പോലെ? ഭർത്താവിനെ പറ്റിയുള്ള എന്റെ സങ്കല്പത്തിലെ മുഖം ഇതായിരുന്നു. ഇനി സാർ ഈ കണ്ണട കൂടെ മാറ്റണം. ഒരു ഗോൾഡൻ ഫ്രെയിം വെച്ചാ സാർ കുറച്ചുകൂടി സുന്ദരനാവും. ഇതൊക്കെ കാഞ്ചന സാർ എന്തിനു പറയണം? സാറിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? അതിനെന്താ, മോഹനേഷ് സാറിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? പിന്നെ ഒരു കാര്യം പറയാലോ സാറേ, ഇപ്പൊ വക്കീല് സാറും കൂടി നടന്നു പോകുന്ന കണ്ടാലേ അമ്മയും മോനും പോവുകയാണെന്നേ പറയും. വക്കീലിനാണെങ്കിൽ ശരിക്കും പ്രായം തോന്നിക്കും. സ്വപ്നമായിരുന്നു, പേടിച്ചു പോലോ. അരുൺകുമാറിന് കൊടുത്തുവിടാൻ കണ്ട ഒരു സാധനം. ഇതിനൊക്കെ തല്ലുക വേണ്ടത്. അയ്യോ മോഹനേട്ടൻ, ഈശ്വരോ, ഇതൊക്കെ കണ്ട പ്രശ്നമാണല്ലോ. ഒരു ചുണ്ട്. എന്താ? ഇതൊന്നുമില്ല. ഒന്നുമില്ലേ? ഇത് ഷൂ, ഷർട്ട്, പാൻസ്, ഇതൊക്കെ എവിടുന്നാ? അല്ല, ഇത് മോഹനേട്ടന്റെ മസ്കറ്റുള്ള ആ കൂട്ടുകാരൻ അരുൺകുമാറില്ലേ, അയാൾ കൊടുത്തു വിട്ടതാ. എന്തിന്? കൈക്കൂലി. അല്ലതെന്താ? മോഹനേട്ടൻ അയാളുടെ വസ്തു പോക്കുവരവ് ചെയ്ത് കൊടുത്തത് അയാളുടെ അപേക്ഷ ശരിയായതുകൊണ്ടല്ലേ? അതെ. പക്ഷേ അയാൾ ധരിച്ചിരിക്കുന്നത് മോഹനേട്ടൻ അയാൾക്ക് എന്തോ വഴിവിട്ട സഹായം ചെയ്തു കൊടുത്തു എന്നാ. അതുകൊണ്ട് നാട്ടിലെ ബാക്കിയുള്ള സാധാ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കുന്നത് പോലെ അയാൾ മോഹനേട്ടനും കൈക്കൂലി തരാൻ നോക്കിയതാ. അങ്ങനൊന്നും ആയിരിക്കില്ല. അരുൺ അറിയില്ലേ എന്റെ സ്വഭാവം? മോഹനേട്ടന്റെ സ്വഭാവം അറിയാമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാധനം കൊടുത്തുവിടായിരുന്നു. ഇത്തരം തട്ടിപ്പ് ഡ്രസ്സൊന്നും മോഹനേട്ടൻ ഇടില്ലെന്ന് അയാൾക്ക് അറിഞ്ഞൂടാ. ഒരു സമ്മാനല്ലേ ഭാമേ, അതിപ്പോ ഇത്ര പറയാൻ എന്തിരിക്കുന്നു? അതവിടെ ഇരിക്കട്ടെ. നീ പോയി ചായ എടുക്ക. ഇത് ഇവിടെ ഇരിക്കുന്നെന്തിനാ? എന്തായാലും ഇത് മോഹനേട്ടൻ ഇടില്ലല്ലോ, നമുക്കിത് വേറെ ആർക്കെങ്കിലും കൊടുക്കാം. അവർക്കതൊരു ഉപകാരമാവട്ടെ. എന്താ ഭാമ നീ പറയുന്നത്? ഒരാള് നമുക്കൊരു സമ്മാനം തന്നിട്ട് അത് വേറൊരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാല്
മോശമല്ലേ? അരുണറിഞ്ഞ അവനെന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? ഒന്നും വിചാരിക്കില്ല. ഇത് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം മോഹനേട്ടാ. അല്ല, എന്റെ വേഷം പഴഞ്ചനാണെന്ന് എപ്പോഴും നീ പറയാറുള്ളതല്ലേ? ഇപ്പൊ എന്താ ഒരു മാറ്റം? നോക്കട്ടെ, വേണമെങ്കിൽ ഒരു ദിവസം ഞാനിത് ഇടാം. എന്താ? അത് വേണ്ട മോഹനേട്ടാ. എന്റെ മോഹനേട്ടന് ഈ വേഷമല്ലേ ചേരുന്നത്? ഇതോ? ഈ ഷർട്ടും മുണ്ടും ഈ കാലം കൊടയും ഈ ബാഗും ഒക്കെ ചേരുമ്പോഴാ മോഹനേട്ടന്റെ ഒരു ഗാംഭീര്യം തെളിയുന്നത്. എന്റെ മോഹനേട്ടൻ ഇതിട്ടാ മതി. അപ്പോ എന്റെ ഈ വേഷം ഗംഭീരാണല്ലേ? പിന്നല്ലേ. ഇനി മാറ്റി പറയരുത്. ഈ ജന്മത്തിൽ ഞാൻ പറയില്ല. ഇനി ഈ ജന്മത്ത് മോഹനകൃഷ്ണൻ പാൻറിടണമെന്ന് സത്യഭാമ പറയാൻ സാധ്യതയില്ല. മാന്യമായി വസ്ത്രം ധരിച്ച് നടക്കുന്ന ഭർത്താവിനെ ആധുനിക വേഷം കെട്ടിച്ച് പരിഷ്കാരിയാക്കാൻ നോക്കുമ്പോൾ അതിനു പിന്നിൽ ചില അപകടങ്ങളുമുണ്ടെന്ന് ഓർക്കേണ്ടതായിരുന്നു വക്കീൽ. എന്നാലും എന്ത് ധരിക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമായ സ്ഥിതിക്ക് അടുത്ത വഴക്കിനുള്ള കാര്യം അന്വേഷിച്ച് തുടങ്ങാവുന്നതാണ്. ആ കഥയുമായി കാര്യം നിസ്സാരം നാളെ രാത്രി 9 മണിക്ക്.